എന്റെ കടമയാണ്. സുഷം ഒരു മോഡേൺ ഗേളാണ്. ചിലപ്പോൾ കാര്യത്തിന് അല്പം മുമ്പിലാണ് അവൾ ജീവിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകും. വഴി ഭാഗത്തേക്ക് നാണോ മുകളിൽ ആ തെക്കിയ മുകളിൽ അതുകൊണ്ട് വെച്ചോ. മുറിയൊക്കെ നല്ലോണം വെളിപ്പാട് വെച്ചിട്ടുണ്ട്. ഒരാഴ്ചക്ക് മുമ്പോ എങ്കിൽ വീണ്ടും വൃത്തിയുടെ കാണും. അയ്യോ അല്ല, ഇത് രാവിലെ വൃത്തിയാക്കി. ഒരാഴ്ചക്ക് മുമ്പേ ഒരുക്കങ്ങൾ തുടങ്ങിയത് പോലെയാണോ? അമ്മ എന്ന് വരുമെന്നാണ് പറഞ്ഞത്. അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരും. പുറപ്പെടാൻ നിശ്ചയിച്ച ദിവസം തെറ്റണ്ടെന്ന് പറഞ്ഞ് എന്നെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് അയച്ചു. അമ്മയ്ക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും തലവേദന, അത് കൂടെ കൂടി ഇങ്ങനെ ശല്യപ്പെടുത്തും. സുരേന്ദ്രൻ ആ ഫോട്ടോ കണ്ടോ? ഞാനും സുരേന്ദ്രന്റെ അച്ഛനുമാണ്. ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞാൽ പോരാ, സ്വന്തം സഹോദരന്മാരെ പോലെ. ഇതുപോലൊരു ഫോട്ടോ എന്റെ വീട്ടിലും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ കൂടി ഒന്ന് നോക്കണം. ഇതിൽ ഞാൻ ഏതാണെന്ന് പറയണം. എന്റെ ജാതകപ്രകാരം 2 കുഞ്ഞുങ്ങളുടെ അച്ഛനാവാനാണ് എനിക്ക് യോഗം. അതാവുകയും ചെയ്തു. പക്ഷെ എന്റെ ഭാര്യ ഒരു അതിസാമർത്ഥ്യം കാണിച്ചത് രണ്ടിനെ ഒന്നിച്ചങ്ങ് പ്രസവിച്ചു. അതാണ് സുശീല. സുശീലെ, നമ്മുടെ സുരേന്ദ്രൻ. വൈഫ്, നമുക്ക് ചായ കഴിക്കാം. സുഷമയും സുശീലയും ഇരട്ടകളാണെങ്കിലും സ്വഭാവത്തിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവൾ നാട്ടുകാരിയും അവൾ വീട്ടുകാരിയും എന്ന് പറഞ്ഞാൽ എല്ലാമായി. പഠിക്കുകയാണോ? ഞാൻ എന്റെ BA കംപ്ലീറ്റ് ചെയ്തു. സുശീല പഠിപ്പിലൽപ്പം പിന്നോക്കമായിരുന്നു. എങ്കിലും SSLC വരെ അവൾ എത്തിച്ചു. നമുക്കിനി സംസാരിക്കാമല്ലോ. വന്ന പാടിങ്ങനെ ഇരുന്നാൽ കുളിക്കാൻ പറ്റും വേണ്ടേ? വേണം. കുളിക്കാൻ ഏത് തണ്ണിയാണ് വേണ്ട സാർ? കുളിക്കണം. ചൂടുവെള്ളം പച്ചവെള്ളോ? പേരെന്താ പറഞ്ഞത്? നാണു. നാണു, ഇവിടെ വരുന്നവരെ കുളിരാണ് തോന്നിയത്. അതിനെന്താ സാർ, വെള്ളം ചൂടാക്കാമല്ലോ. വേണ്ട, ഇപ്പോ ചൂടാണ് അനുഭവപ്പെടുന്നത്. എനിക്ക് പച്ചവെള്ളം മതി. കുഞ്ഞെ, എടുത്ത അവിടെ നിന്റെ അടി വെച്ചിട്ടുണ്ട്. എനിക്ക് നിനക്ക് കത്ത് കളഞ്ഞുപോയോ? അല്ല, ഇല്ല. എന്താ നിന്ന് പരിങ്ങുന്നത്? പറയൂ. കുഞ്ഞാണെന്ന് കരുതി സുഷമ കുഞ്ഞിനോട് കത്തിന്റെ കാര്യം പറഞ്ഞു. ഓ, അത്രയല്ലേ ഉള്ളൂ. തരമില്ല. അവൾക്കറിയാതെ രഹസ്യമൊന്നുമല്ല. എന്താ സുഷമ ഇത്? ഓ, എനിക്കറിയാത്തതാണോ? അറിയാമെന്ന് വെച്ച് പ്രിയപ്പെട്ട ലക്ഷ്മി, നീ എന്നെ ഒന്ന് സഹായിക്ക്. എന്ത് വേണം? ഈ 2 ഗ്ലാസ്സിൽ നല്ലത് ഏതാണെന്ന് നിനക്കൊന്ന് പറയാമോ? നിങ്ങൾക്ക് ഭ്രാന്ത. താമസിയാതെ ഇവിടെ പലർക്കും ഭ്രാന്ത് പിടിക്കും. സുരേന്ദ്രൻ കുഞ്ഞ് വന്നിട്ടുള്ള എന്താണെന്നറിയാമോ? എന്തിനാ? പെണ്ണ് കാണാനാ വന്നിട്ടുള്ളത്. അത് നാണുവേട്ടൻ എന്തിനാ ഭ്രാന്ത് പിടിക്കുന്നത്? വന്നോട്ടെ, കണ്ടോട്ടെ, കെട്ടിക്കോട്ടെ. ആരെ 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 ചേട്ടാ, ഈ 2 ഗ്ലാസ് പോലെ എന്റെ ഇവിടെ 2 എണ്ണം ഉള്ളത്. അത് എന്നോട് അഭിപ്രായം ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? സുഷമ കുഞ്ഞിന്റെ പേരങ്ങ് പറഞ്ഞേക്കണം. അതിപ്പോ നിന്റെ പേര് പറയരുത്. രാവും പകലും ഇല്ലാതെ ഇങ്ങനെ ഊരെല്ലാം ചുറ്റി നടക്കുന്ന. വിവരിക്കണ്ട, അതേ ഇവിടെ നടക്കാൻ പോകുന്നുള്ളൂ. അവക്ക് ധാരാളം കാമുകന്മാര് കാണും ലക്ഷ്മി. നിന്നെപ്പോലാണോ അവര്?
കാണാനും സംസാരിക്കാനും ഒക്കെ അല്പം സൗകര്യം ഉള്ളതുകൊണ്ടല്ലയോ ഞാൻ തന്നെ നിന്നെ സ്നേഹിക്കുന്നത്. അല്ലെ നിന്റെ കാര്യം കാണാമായിരുന്നു. എന്നെ അങ്ങനെ ആരും സൗജന്യമായിട്ട് സ്നേഹിക്കണ്ട. വേറെ വല്ല കാര്യം പറഞ്ഞാൽ മതി. ഞാൻ ആ സുശീല കുഞ്ഞിന് വേണ്ടി വാദിക്കാൻ പോവാണ്. നടപ്പില്ല കാണുവേട്ടാ. അത് നടക്കും. അതിന് പെണ്ണിനെ കിട്ടണ്ടേ? കാരണം അവൾക്ക് അതിന് സൗകര്യപ്പെടില്ല. നോക്കാണോ? സ്വപ്നം കണ്ടാ മതി. പന്തയം വെക്കുന്നുണ്ടോ? ശരി, പന്തയം 5 റുപ്യ. 5 റുപ്യ? പിന്നെ എന്ത് വേണം? പറയട്ടോ? ആ പറയണം. പറയട്ടോ? പറയണം. കാലുറച്ച് നിന്നോണം. ശരി, ഉറച്ചു തന്നെ നിൽക്കുന്നു. പന്തയത്തിൽ ഞാനാണ് ജയിക്കുന്നെങ്കിൽ നീ എന്റെ ഭാര്യ, നീയാണ് ജയിക്കുന്നെങ്കിൽ ഞാൻ നിന്റെ ഭാര്യ. കൈ അടിക്കാൻ കൈ ധീരത കാണിക്കാനുള്ളതാണ്. കൈ അടിക്കാൻ. ആ എനിക്കൊരു സംശയം, ഞാൻ ഒറ്റയ്ക്കാണോ യാത്ര ചെയ്യുന്നു എന്ന്. ഞാനില്ലേ കൂടെ? ഉണ്ടെങ്കിൽ അതെനിക്ക് അനുഭവപ്പെടണം. മനസ്സിലായില്ല. അനുഭവപ്പെടുത്തണം. എങ്ങനെ? എന്തെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ സംസാരിക്കണം. സുരേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഓ, വിശേഷിച്ചൊന്നുമില്ല. സുഷമയ്ക്ക് വിരോധം തോന്നുന്നു. എന്തിന്? മിണ്ടാതിരിക്കുന്നതിനോ? അല്ല, ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ. നിശബ്ദത എനിക്കിഷ്ടമല്ല. ചോദിച്ചോളൂ. ഈ മോഹതയുടെ കഴുത്തിലൊന്ന് പിടിക്കൂ. വേഗം. ഈ മാതിരി ജീവിതം ഒരു നല്ല പെൺകുട്ടിക്ക് ചേർന്നതാണ്. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സുരേട്ടൻ ചോദിച്ചു. സുരേട്ട, ഈ ക്ലബ്ബുകളിലോ സുഹൃത്തുക്കൾക്കിടയിലോ കൈമോശം വന്നു പോകാവുന്ന അത്ര ദുർബലമല്ല എന്റെ ഹൃദയം. എവിടെയും അത് കാത്തു സൂക്ഷിക്കാൻ എനിക്കറിയാം. എന്നാലും ഈ ജീവിതം അംഗീകരിക്കാൻ മാത്രം നമ്മുടെ നാടും ജനങ്ങളും വളർന്നിട്ടുണ്ടോ? ഇല്ല. എനിക്ക് ഈ ജീവിതം ഇഷ്ടമാണ്. അതേ കവിഞ്ഞൊരു ന്യായം എനിക്ക് പറയാനില്ല. ഈ ജീവിതം എനിക്ക് അപരിചിതമല്ല. സുഷമ എന്നെ അത്ഭുതപ്പെടുത്തുന്നുമില്ല. എന്നാലും ചോദിക്കാൻ തോന്നിപ്പോവുകയാണ്. സുഷമയുടെ സഹോദരി സുശീലയും ജീവിക്കുന്നില്ലേ?
അവർക്കുമില്ലേ ജീവിതം? എനിക്ക് സുശീലയാവാൻ കഴിയില്ല, അവൾക്ക് ഞാനാവാനും. അവൾ അവളുടെ ലോകത്തിലും ഞാൻ എന്റെ ലോകത്തിലും ജീവിക്കുന്നു. അവളുടെ മാർഗം ഭിന്നമാണ്. അവൾ ശരിയും ഞാൻ തെറ്റുമാണെന്ന് പറഞ്ഞാൽ ഞാൻ എതിർക്കും. തിരിച്ചു പറഞ്ഞാലോ, സുഷമ ശരിയും സുശീല തെറ്റും. എന്നാലും ഞാൻ എതിർക്കും. തിരിയാൻ ചക്രങ്ങളും തിരിക്കാൻ സ്റ്റാരിങ്ങും ഏത് കാറുകൾക്കുമുണ്ട്. വഴി ഏതായാലും അപകടം വന്നുകൂടാ എന്നില്ല. ഇനി വിഷയമായി നമുക്ക് സംസാരിച്ചുകൊണ്ട് പോവാം.